വിശ്വാസമുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം ഇതാക്കിയിരിക്കുന്നത്. ഒരു വധശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കുന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം. ഈ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെയൊക്കെ മൊഴിയൊക്കെ അവർ രേഖപ്പെടുത്തിയിരുന്നില്ലേ ഇതിന് തൊട്ട് മുൻപ്? ആ പോലീസുകാരെ വളരെ ഇതായിട്ട് തന്നെയാണോ ഇടപെട്ടതെന്ന് തോന്നുന്നുണ്ടല്ലേ? 2 ദിവസം മുൻപും കൂടി അവർ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവർ നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എല്ലാവരും അവരിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചന്താപര ഇനി പുറത്തിറങ്ങുമെന്ന് നമുക്കൊരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ അല്ലേ? ഇല്ല, വിധി വന്നാൽ തന്നെ ഞങ്ങൾക്ക് ആശ്വാസമുള്ളൂ. വിധിയിലാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള പ്രതീക്ഷ. എന്തായാലും ഇപ്പോഴും നല്ല പ്രതീക്ഷയുണ്ട്. വിചാരണ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പോവുകയാണ്. സാക്ഷികളൊക്കെ ഒപ്പം നിൽക്കുന്ന പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടല്ലേ? സാക്ഷികളൊപ്പം ഉണ്ടാവും, പോലീസ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും ഈ പൊതുസമൂഹം മുഴുവൻ നിങ്ങളോടൊപ്പം ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നുണ്ട്. യാതൊരു തർക്കമില്ല അക്കാര്യത്തിൽ. അച്ഛനും അമ്മയും അമ്മയൊക്കെ നഷ്ടപ്പെട്ട, അച്ഛമ്മയൊക്കെ നഷ്ടപ്പെട്ട ഒരു വിഷമത്തിലൊക്കെ നിൽക്കുന്ന ആളുകളാണ്. ഈ സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് നിങ്ങളോടും ഉണ്ട്. സ്വാഭാവികമായിട്ട് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടൽ, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതൃപ്തിയുണ്ടോ? അന്ന് വാഗ്ദാനങ്ങൾ തന്നതല്ലാതെ അവരൊരു അന്വേഷണം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരിൻ്റെ ഭാഗത്തു നിന്നായിട്ടൊന്നുമില്ല. നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നോക്കാം, അന്വേഷിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരായിരുന്നു അത്? MLA യോ? MLA പഞ്ചായത്ത് ആരായിരുന്നു? അല്ലല്ല, വെളിയിൽ നിന്ന്. അപ്പോൾ നോക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അറിയില്ല ഇനി എന്താ സംഭവിക്കണമെന്ന്.